സരോജിനി ടീച്ചർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അഭിലാഷും കൂട്ടരും ഒരു പദ്ധതിയുടെ ഉണ്ടായിരുന്ന ഒരു മീറ്റപ്പ് നടത്തണം എന്ന് വേദിയിലെടുക്കുമ്പോഴും 2 വർഷം മുമ്പ് നടക്കുന്ന ഈ പരിപാടിയിലും വളരെ പെട്ടെന്ന് തന്നെ ശൈലേഷും അഷ്റഫും അഭിലാഷും കൂട്ടരും മുൻകൈ എടുത്ത് തന്നെ നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരെ ഇവിടെ കൊണ്ടുവരണമെന്നും ആ ടീച്ചർമാരെ വേദിയിലിരുത്തി നമ്മളൊരു മീറ്റപ്പ് നടത്തണമെന്ന് പറയുമ്പോഴും ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം, നടക്കുന്നുണ്ടാവില്ല. ഒരു കൂട്ടായ്മ എന്നുള്ളറിയാം പഠിച്ച കാലത്ത് മുതൽ. ഇപ്പോൾ ശ്രീ MLA എന്നെ നെല്ലിക്കും സർ പറയുകയുണ്ടായിരുന്നു, ഞാൻ ഈ MLA ആയിട്ടുണ്ടെങ്കിലും MLA നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത നിമിഷം ഏതെന്ന് ചോദിച്ചാൽ ആ പഴയ 7ാം ക്ലാസ് കൂടി പഠിക്കുന്ന കാലഘട്ടം തന്നെയാണെന്നറിയാം. നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കുന്നത് തന്നെയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരു ഒത്തൊരുമയാൽ കിട്ടുന്ന അപൂർവമാണ് കിട്ടുന്നത്. പഠിപ്പിച്ച അധ്യാപകരെ മുന്നിൽ നിർത്തി നമുക്ക് ഇവിടെ ഇരിക്കാനും അവരുടെ കൂടെ 2 വാക്ക് സംസാരിക്കാനുള്ള സമയം തന്നെ വിലപ്പെട്ടതായിട്ട് തന്നെ കരുതേണ്ടതുണ്ട്. വളരെ ഭാഗ്യമായി കരുതുന്നു ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ കൂടെ കിട്ടിയത് തന്നെയും ഒത്തൊരുമ കൂടാൻ പറ്റിയതിലും. അതുപോലെ തന്നെ ദുബായിൽ പ്രവാസിയിൽ കുറേ ആൾക്കാരുണ്ടാവാം. കുറേ ആൾക്കാർ വളരെ 1 മാസം മുമ്പ് പോകേണ്ടതുള്ളതുകൊണ്ടും ഈ പരിപാടിക്ക് മാറ്റിവെച്ച് നമ്മൾ ഈ പരിപാടിക്ക് പങ്കെടുക്കണം, 1 മാസം കൂടി നീട്ടിവെച്ചാലും സാരമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ റഫീഖും ആരിഫും അതേപോലെ തന്നെ ഇന്നലെ ഈ പരിപാടിക്ക് തന്നെ 2 ദിവസം മുമ്പ് ആരും എത്തുമെന്ന് വിചാരിക്കാതെ തന്നെ അഭിലാഷ് എന്ന വ്യക്തി തന്നെ ഈ പരിപാടിക്ക് എത്തും ഒരക്ഷരം ഒരു സൂചന വരെ നമുക്ക് തന്നിട്ടുണ്ടായില്ല. അത്രയും പ്രവാസി ലോകത്ത് തന്നെ വളരെ കൃത്യതയോട് തന്നെ ഓരോ ഫോളോ അപ്പും ശൈലേഷിനും അഭിലാഷിനും റഷീദും നിയാസ് രൂപേഷും ഇവിടെയുള്ള ആൾക്കാർ തന്നെ കൂടുമ്പോഴും നിർഭാഗ്യരും തന്നെ എനിക്ക് കുറെ കൂടെ കൂടാൻ പറ്റിയില്ല എന്നൊരു വാസ്തവമുണ്ട്. എന്നാലും പഴയ ശാന്തകുമാരി ടീച്ചറുണ്ടെന്ന് എനിക്കറിയില്ല, ആ വേദന ഇപ്പോഴും ഞങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ആ നുള്ളലൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. നമ്മളെ കുട്ടികൾക്ക് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തല്ലുന്നതിനും പകരം ആ നുള്ളുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കൾക്ക് ഒരു നുള്ളാൻ വേണ്ടിയിട്ടാണ് ടീച്ചറെ പോകുന്നാടും ആ നുള്ളൽ ഞങ്ങൾ